ശരിക്കും സാമൂഹിക ഇടപെടലുകൾ മെച്ചപ്പെട്ടതാക്കാം എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ വരുന്ന വൈഡ് ടോപ്പിക്കാണ്. അപ്പൊ അതിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അത് വലിയൊരു സയൻസ് ഒന്നല്ല, വളരെ സിമ്പിൾ ആയിട്ട് നമുക്കെല്ലാം അറിയുന്ന കാര്യങ്ങൾ തന്നെ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയാ, കൃത്യമായ കുറച്ച് കാര്യങ്ങൾ അത് അത്തരം സന്ദർഭങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സോഷ്യൽ സ്കിൽസ് ട്രെയിനിങ് എന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ സോഷ്യൽ സ്കിൽസ് പല ആളുകളിലും ചിലര് നല്ല രീതിയിൽ ഉണ്ടെങ്കിലും പുതിയതായിട്ട് വളർന്നു വരുന്ന തലമുറകളിലെ കുട്ടികൾക്കൊക്കെ ചെറിയ രീതിയിലൊക്കെ അത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്താണ് ശരിക്കും സോഷ്യൽ സ്കില്ല്? അതായത് വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ഫലപ്രദമായും ഉചിതമായും മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്താനും ഇടപഴകാനും ബന്ധം സ്ഥാപിക്കാനും നാം ഉപയോഗിക്കുന്ന കഴിവുകളാണ് സോഷ്യൽ സ്കിൽസ് എന്ന് പറയുന്നത്. അതായത് സാമൂഹികമായി ആളുകളുമായിട്ട് നമ്മൾ ഇടപഴകാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ആവാം, നമ്മൾ അവരുമായിട്ടുള്ള മറ്റുള്ള രീതിയിലുള്ള റിലേഷൻഷിപ്പ് ആവാം, അവരായിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാവാം, എന്താണേലും അത്തരം കാര്യങ്ങളിൽ ചില അത്തരം കഴിവുകൾ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ കഴിവുകളിലൂടെയാണ് നമ്മളുടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ബോണ്ട് നിലനിൽക്കുകയും പ്രശ്നങ്ങൾ പരമാവധി കുറയുകയും പരസ്പരം സഹായിച്ചുകൊണ്ടും സഹകരിച്ചുകൊണ്ടുമുള്ള ഒരു നല്ലൊരു ജീവിതം കാഴ്ചവെക്കാനും സാധിക്കുകയുള്ളൂ. പല രീതിയിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വിട്ട് നിന്നുകൊണ്ട് നമുക്ക് നമ്മളുടെ ഈ ഒരു സോഷ്യൽ ഇടപഴകല് നമുക്ക് കറക്റ്റ് ആക്കാൻ സാധിക്കും. അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയുന്നതാണെങ്കിലും ചിലപ്പോൾ നമ്മളൊക്കെ അറിയാതെ വിട്ടുപോയ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അത് ഓർമ്മപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു സെഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. അതിൽ ആദ്യത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ, അല്ലേ? നമ്മൾ സംസാരത്തിൽ നിന്ന് എന്തെങ്കിലും വന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കാലാകാലം പിന്നെ ചില ആളുകൾക്ക് പ്രശ്നങ്ങളായിരിക്കും, അല്ലെങ്കിൽ നമുക്കത് കുറ്റബോധങ്ങൾ ഉണ്ടാവാം. അപ്പൊ സംസാരത്തിൽ സൂക്ഷിക്കണം, അല്ലേ? അത് നമുക്ക് സയൻസ് എന്ന് പറയുന്നത് മാത്രമല്ല, നമ്മളുടെയൊക്കെ റിലീജിയസ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് എന്താണെങ്കിലും, നമ്മളിപ്പം മുസ്ലിം ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിലും നമ്മൾ നാവിനെ സൂക്ഷിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ നാവിനെ സൂക്ഷിക്കണമെങ്കിൽ ഈ നാവ് എങ്ങനെ കൃത്യമായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അത് നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ലൈഫിൽ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അതിൽ പല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനുകൾ നമ്മൾ നടത്താറുണ്ട്. വാക്കാലുള്ള കമ്മ്യൂണിക്കേഷൻ, സാധാരണ സംസാരിക്കല്, നോൺ വെർബൽ, ആളെ കാണുമ്പോൾ നമ്മളിങ്ങനെ ചിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ ഇന്നില്ല ഇപ്പൊ ഒരാൾ വണ്ടിയിൽ വരുമ്പോൾ കയറുന്നതെന്ന് ചോദിക്കും, അപ്പൊ നമ്മൾ ഇല്ല അങ്ങനെ പോയിക്കോ, ഞാൻ അടുത്ത കാഴ്ച കഴിഞ്ഞിട്ട് വരാം. അങ്ങനെ കുറെ ആംഗ്യ ഭാഷകൾ ഒക്കെ നമ്മൾ കാണിക്കാറുണ്ട്. അപ്പോൾ അതാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അത് ഞാൻ എങ്ങനത്തെ കമ്മ്യൂണിക്കേഷൻ ഉള്ളതെന്ന് പറയാം, പിന്നെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെയാണ് പോകുന്നത്. പിന്നെ ലിസണിങ് സ്കിൽസ്, അല്ലേ? ചില ആൾക്കാരുണ്ട്, നമ്മൾ കുറെ കാര്യങ്ങൾ അവരോട് പറയും, അവരിങ്ങോട്ടും കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടാവും. നമ്മൾ പറയുമ്പോൾ അവര് ഒക്കെ പറഞ്ഞിട്ട് പിന്നെ അവര് നമ്മൾ പറഞ്ഞതിലേക്ക് കവർ ചെയ്തുകൊണ്ട് സംസാരിച്ചിട്ട് നമ്മൾ പറഞ്ഞതിന് ഒട്ടും വാല്യൂ ഇല്ലാത്ത ലാസ്റ്റ് എന്താ നമ്മൾ പറഞ്ഞിരുന്നത്, എന്താ ആ ഒരു രീതിയിൽ ഒട്ടും ലിസണിങ് ഇല്ലാത്ത ഒരവസ്ഥയിലേക്കുള്ള ആളുകൾ. അപ്പോൾ ശരിക്കും നമുക്ക് ലിസണിങ് സ്കിൽസ് വളരെ അത്യാവശ്യമാണ്. നമ്മൾ കുറച്ച് സംസാരിച്ചാലും പരമാവധി കുറെ കേൾക്കാൻ തയ്യാറാകുന്നുള്ളത് നമ്മുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാക്കുന്നു. കാരണം കുറെ കാര്യങ്ങൾ കേൾക്കുന്നതിലൂടെ നമുക്ക് കുറെ അറിവുകൾ കിട്ടുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് ഓരോ ആളുകളുടെ സിറ്റുവേഷനുകൾ, അയാളുടെ ഒരു അവസ്ഥകൾ, കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിനനുസരിച്ച് നമുക്ക് എന്താണ് ഇനി നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കൃത്യമായി മനസ്സിലാവും. നേരെ മറിച്ച് അയാളോട് അങ്ങോട്ട് ഓവർടേക്ക് ചെയ്ത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കാര്യമായിരിക്കില്ല, അല്ലെങ്കിൽ അയാൾ എക്സ്പെക്ട് ചെയ്ത കാര്യമായിരിക്കില്ല നമുക്ക് കൊടുക്കേണ്ടത്. അപ്പൊ അയാൾക്ക് എന്താണ് അയാൾ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് അയാളത് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ചിലപ്പോൾ അത് നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അയാൾക്ക് എന്തെങ്കിലും ആശ്വാസമായി കഴിഞ്ഞാൽ അത് നല്ലതാണ്. അപ്പൊ ലിസണിങ് സ്കില്ല്, നമ്മുടെ ലിസണിങ് സ്കില്ലുകൾ കുറെ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ വരും, അത് വേണം. അതായത് വ്യക്തമായിട്ട് ഓരോ കാര്യങ്ങൾ കേൾക്കാനുള്ള കഴിവുകൾ, അത് നമ്മൾ സാമൂഹികമായി ജീവിക്കുന്ന ജീവിതമായതുകൊണ്ട് നമുക്ക് വേണ്ടതാണ്. പിന്നെ മറ്റൊന്ന് എമ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്ത് ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു സുഹൃത്തിന് ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ അവനത് എത്രത്തോളം വേദന ഉണ്ടാവും,
അത് ഞാനായി സങ്കല്പിക്കുക, എനിക്കായിരുന്നെങ്കിലോ ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നുന്നതാണ് എമ്പതി അല്ലെ. പക്ഷെ സിമ്പതി പലപ്പോഴും കാണാറുണ്ട് അല്ലേ. ഓ വയ്യാത്ത ആളാണ്, ഓ ഒരു സുഖമില്ലാത്ത ആള്, പാവട്ടോ അതങ്ങനെ കിടക്കുകയാണ്, അങ്ങനെ കുറെ സിമ്പതികൾ ഉണ്ട്. അത് സംസാരത്തൊന്നും നമുക്ക് മനസ്സിലാവില്ല. ചിലപ്പോൾ എമ്പതറ്റിക് ആയിട്ടായിരിക്കാം പറയുന്നത്, ചിലർ സിമ്പതി ആയിരിക്കാം പറയുന്നത്. വെറുതെ ഇങ്ങനെ ആൾക്കാർ കാണുമ്പോൾ അങ്ങനെ പറയുമ്പോൾ അവർക്കൊരു പോസിറ്റീവ് ഇത് കിട്ടാൻ വേണ്ടി ചിലർ സിമ്പതി കേൾക്കാൻ ഇഷ്ടമുള്ളവരുണ്ട്, അപ്പൊ അവർക്ക് വേണ്ടി പറയുന്ന, അങ്ങനെ പുറത്തേക്ക് മാത്രമുള്ള ആളുകളുണ്ട്. പക്ഷെ അതല്ല എമ്പതി. ആ അവസ്ഥയിൽ ഞാൻ കിടക്കുന്നതായിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ ഞാൻ പോകുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരാൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക അസുഖം വന്നു, അയാൾ കിടക്കുകയാണെങ്കിൽ നമുക്ക് അയാളുടെ സിറ്റുവേഷൻ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അതൊരു നെഗറ്റീവായിട്ടുള്ള എമ്പത്തറ്റിക് ആണ്. ഇപ്പോൾ ഒരാൾ സന്തോഷമാണെങ്കിൽ അയാൾ ആ കാര്യത്തിൽ എത്രത്തോളം സന്തോഷിച്ചിട്ടുണ്ടാവുമെന്ന് ഞാനായി നമുക്ക് സങ്കല്പിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതും നല്ലത് തന്നെയാണ്. അപ്പോൾ എമ്പതി ഉണ്ടാവുക എന്നുള്ളൊരു കാര്യമുണ്ട്. പിന്നെ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ അല്ലേ, എപ്പോഴും പ്രശ്നം ഉണ്ടാക്കുകയല്ലാതെ ഒരു പ്രശ്നം കൂടെ സംഭവിക്കുമ്പോൾ അതിലെങ്ങനെ വളരെ വിദഗ്ധമായിട്ട് നമുക്ക് കൈകാര്യം ചെയ്ത് ശരിയാക്കാൻ പറ്റും. അത് വലിയൊരു സ്കില്ലാണ്. അതിപ്പോൾ എല്ലാവർക്കും ഒരുപാട് 100% പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാവണമെന്നൊന്നുമില്ല. ചിലര് കുറച്ചുണ്ടാവും, ചിലർക്ക് ഒട്ടും കഴിവുണ്ടാവില്ല, ചിലര് വളരെ വിദഗ്ധമായിട്ട് ചെയ്യുന്നവരുണ്ടാവും, ചിലര് എന്താ പറയാ ഒരു ആവറേജിൽ കുഴപ്പമില്ലാതൊക്കെ മാനേജ് ചെയ്ത് പോകുന്നവരുണ്ടാവും. അങ്ങനെയാണ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ തന്നെ. അതും നമ്മുടെ സോഷ്യലായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു സംഗതിയാണ്. പിന്നെ ടീം വർക്ക്, അതായത് നമ്മൾ എന്ത് കാര്യം ഞാൻ തന്നെ ചെയ്താൽ ശരിയാവുള്ളൂ, അത് ഞാൻ ചെയ്തില്ലെങ്കിൽ ഇങ്ങോട്ട് ശരിയാവില്ല. അത് കുറെ ആൾക്കാർ പറയുന്നുണ്ട് ഞാനത് ചെയ്യണമെന്ന് ശരിയാവില്ല. കാരണം ഇപ്പൊ ബിസിനസ്സുകളൊക്കെ നടന്ന ആൾക്കാർക്കുള്ളൊരു പ്രശ്നമാണ്. അതിപ്പോ ഞാനിപ്പോ ഒരു 2 ദിവസം വിട്ടുന്ന എങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ശരിയാകും അല്ലേ. അത് നമ്മൾ ഡെലിഗേറ്റ് ചെയ്ത് റെസ്പോൺസിബിലിറ്റി കൊടുത്ത് ടീം വർക്ക് കൃത്യമായി ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലുള്ള ടെൻഷൻ എത്ര കുറയുന്നറിയാം. ആ ആളുകൾക്ക് ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടാവും, അത് നമ്മൾ ശരിയാക്കി കൊണ്ടു നടക്കും. നമ്മളെ കൂടെ തന്നെ ആളുകൾ ഉണ്ടാവും. അങ്ങനെ അത് ഞാൻ ജോലിയുടെ കാര്യത്തിൽ പറഞ്ഞു. ഇനി വീട്ടിൽ എന്തെങ്കിലും പ്രത്യേക ഒരു ഫംഗ്ഷനോ കാര്യങ്ങളോ നടക്കുമ്പോൾ നമ്മൾ ഓരോരുത്തർക്കും ഓരോ റെസ്പോൺസിബിലിറ്റി കൊടുത്തു നോക്കുക, നമ്മുടെ മനസ്സിന്റെ ടെൻഷൻ പരമാവധി കുറയും. അതൊരു സോഷ്യൽ സ്കില്ലിന്റെ ഭാഗമാണ്. എല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണം, അവന് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കൊളാക്കിയാലോ, അവനോട് പറഞ്ഞാൽ എന്തെങ്കിലും വിചാരിച്ചാലോ എന്നുള്ളതിലുപരി അവന് കഴിയുന്ന കാര്യങ്ങൾ കുറച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ ഒരു ഫംഗ്ഷനാണ്, ഒരാൾക്ക് കഴിയുന്നത് ടിഷ്യൂ പേപ്പർ കൊണ്ടുവയ്ക്കാനാണെങ്കിൽ അയാളത് കൊണ്ടുവച്ചോട്ടെ, അയാൾക്കൊന്നും കഴിയാത്ത ആളാണെങ്കിൽ അയാൾ ഈ ടിഷ്യൂ പേപ്പറൊക്കെ നടുക്കി വെക്കണേ, അത് വളരെ വേണ്ടപ്പെട്ട ഒരു കാര്യം. അല്ലെങ്കിൽ അയാൾക്ക് ചെയർ തുടക്കാൻ പറ്റുമെങ്കിൽ തുടച്ചോട്ടെ, ഒക്കാൻ കഴിയാത്ത ആളായിരിക്കും ചിലപ്പോൾ. അപ്പം ഓരോരുത്തർക്കും കഴിയുന്ന കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ടീം വർക്കായിട്ട് ചെയ്യുമ്പോൾ അതൊരു സോഷ്യൽ സ്കില്ലാണ്. അവിടെ നമ്മൾ കൈമാറ്റം ചെയ്യപ്പെടുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾ വർക്ക് ചെയ്യാനുള്ള ആളുകൾക്കുള്ള ഒരു കോൺഫിഡൻസ് കൊടുക്കുന്നത്, അതുപോലെ നമ്മളുടെ വർക്ക് എളുപ്പമാക്കുമ്പോൾ കുറേ ആളുകൾ കുറച്ച് കാര്യം ചെയ്യുമ്പോൾ വലിയൊരു കാര്യമായി മാറും. അപ്പോൾ അങ്ങനെ നമ്മളെ വർക്ക് എളുപ്പമാക്കാനുള്ള കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മളെ സ്നേഹവും സഹകരണവും നമ്മൾ പരസ്പരം കൈമാറ്റം ചെയ്യപ്പെടുന്നതിലൂടെ അവർ തമ്മിലുള്ള ബന്ധങ്ങൾ മെച്ചപ്പെടുന്നുണ്ട്. ഇതെല്ലാം നമ്മളൊരു ടീം വർക്ക് കുറേയൊക്കെ നമ്മൾ പല ഫംഗ്ഷനുകളും നമ്മളൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ. പക്ഷെ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചെന്നുള്ളൂ, ടീം വർക്ക് എവിടെയെങ്കിലും കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് കൂട്ടാം എന്നുള്ളതിനാണ് ആ ഒരു കാര്യം വെച്ചത്. ഈ കമ്മ്യൂണിക്കേഷനിൽ സാധാരണ നമ്മൾ സംസാരത്തിൽ നമ്മൾ എന്ത് ശരിയാക്കണം എന്നുള്ള ഒരു കാര്യമാണ് ഇനി ഞാനിവിടെ ജസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത് സ്മൈൽ അല്ലേ, പുഞ്ചിരി നമുക്ക് എപ്പോഴും കൊണ്ടുവരേണ്ടതാണ്. അത് നമ്മൾ എവിടെയാണെങ്കിലും നമ്മൾ സംസാരം തുടങ്ങുമ്പോൾ ഒരു ചെറിയ സ്മൈല് ചെയ്യുക. പലപ്പോഴും ഇപ്പോൾ ആൾക്കാർക്ക് ചിരിക്കാൻ കുറെ ആളുകൾ ഉണ്ടെങ്കിലും ഇപ്പോഴും ചിരിക്കാനൊക്കെ മടിയുള്ള ആൾക്കാരുള്ള കുറെ സ്ഥലങ്ങളും കുറെ ആൾക്കാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവും. അവർ ചിരിച്ചു കഴിഞ്ഞാൽ എന്താണ്, അയാൾ ഞാൻ അറിയില്ലല്ലോ, പിന്നെ എന്തിനാ ചിരിക്കുന്നത്, അയാൾ ചിരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും വിചാരിച്ചാലും അല്ലേ. നമ്മൾ ആ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ചെയ്യണം. ചിരിക്കേണ്ട ഇതാണെങ്കിൽ നമ്മളത് ചിരിക്കുക, ഊഷ്മളമായി സ്വാഗതം ചെയ്യുക. അപ്പം നമുക്ക് റിലവൻ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ നമ്മൾ സംസാരിക്കാൻ പോവുകയാണെങ്കിൽ ഊഷ്മളമായി നമ്മൾ വെൽക്കം ചെയ്യുക. അസ്സലാമു അലൈക്കും അല്ലെങ്കിൽ ഹായ് എന്നോ നമ്മൾ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ വെൽക്കം ചെയ്യുന്നത്. പിന്നെ നമ്മൾ സംസാരത്തിനിടയിൽ ചിലരുണ്ട് സംസാരിക്കുന്നുണ്ടാവും, അങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും, മാറ്റി വെക്കുക, സംസാരത്തിലേക്ക് കോൺസെൻട്രേഷൻ കൊടുക്കുക. ആ സംസാരം കമ്മ്യൂണിക്കേഷൻ നമ്മളെ എയിമായിട്ട് നമ്മൾ
അതായിരിക്കണം അപ്പൊ നമ്മൾ മെയിനായിട്ട്. അപ്പൊ കണ്ണ് സമ്പർക്കം നിലനിർത്താൻ വരുമ്പോൾ നിങ്ങൾ അയാളെ നോക്കുന്നുണ്ട്, അയാളെ കണ്ണിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ അയാൾ സംസാരം ശ്രദ്ധിക്കുന്നു, നിങ്ങൾ അയാളോട് ഒരു ഗൗരവമായിട്ടാണ് പറയുന്നുള്ള കാര്യങ്ങളും ആ കണ്ണ് സമ്പർക്കം നിലനിർത്തുന്നതിലൂടെ കേൾക്കുന്നവനും പറയുന്നവനുള്ള താല്പര്യം കൂടുന്നത്, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. പിന്നെ ശ്രദ്ധയോടെ കേൾക്കുക. കുറെ ആൾക്കാരുണ്ട്, നമ്മളിപ്പോ രണ്ടുപേര് സംസാരിക്കുന്നതിനിടയിൽ ഞാൻ കുറെ പേരെ കണ്ടിട്ട് നമ്മൾ എത്ര അങ്ങോട്ട് സംസാരിക്കാൻ ശ്രമിച്ചാലും അപ്പൊ അയാളും ഇങ്ങോട്ട് കടന്നു കയറി സംസാരിക്കണം. വീണ്ടും നമ്മൾ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വീണ്ടും അയാൾ കയറും. പിന്നെ നമ്മൾ പറഞ്ഞ ഒന്നും ആള് കേട്ടിട്ടുണ്ടാവില്ല. കാരണം അയാള് വൺ വേ ആണ്, അയാൾ മാത്രമാണ് പറയുന്നത്. അയാള് ഇവന്റെ മേലിൽ എന്താ അഗ്രസീവ് ആയിക്കൊണ്ട് ഇവനെ അടിച്ചേൽപ്പിക്കുന്ന സംസാരമാണ്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ആളുകൾ നമ്മൾ ചിലപ്പോൾ നമുക്ക് തടസ്സപ്പെടുത്താൻ കഴിയില്ല. ചില രീതിയിലൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ അയാളെ സ്ഥാനത്ത് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ ആവുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. ഒരാള് സംസാരിക്കുന്നതിന് നമ്മൾ ഒരുപാട് നമ്മളെ കാര്യങ്ങൾ അയാളുടെ കാര്യങ്ങൾ കുറച്ച് നേരം കേൾക്കുക. അപ്പൊ നമുക്ക് സുഖമാണ്, കുറച്ചു നേരം നമുക്ക് അവിടെ വായ അടക്കി നമുക്ക് അയാൾ പറയുന്നത് മാത്രം കേട്ട് നിൽക്കാം. അപ്പൊ അയാൾ തരുന്നതിൽ കുറേ അധികം വിവരങ്ങൾ ഉണ്ടാകും. ഞങ്ങൾ അവിടെയൊക്കെ നാട്ടിലെ ഒരു ബാർബർ ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ കുറെ ബാർബർ ഷോപ്പ് ഉണ്ട്. അപ്പൊ മുടി വെട്ടാന് എന്താ പറയാ, ഇഷ്ടംപോലെ ബാർബർ ഷോപ്പ് ഉണ്ടെങ്കിലും ഒരു ബാർബർ ഷോപ്പിൽ അത്ര ഭയങ്കര തിരക്കാണ്. അവിടെ പെരുന്നാളിനൊക്കെ ടോക്കണൊക്കെ എടുത്തിട്ട് സമയം നോക്കിയിട്ടാണ് ആൾക്കാർ പോകുന്നത്. കാരണം എന്താ അന്വേഷിച്ച് നോക്കുമ്പോഴാണ് പറഞ്ഞത്, ഈ ബാർബർ അങ്ങനെ തുരുതരാ സംസാരിച്ചുകൊണ്ട് ഭയങ്കര കോമഡി കാര്യങ്ങളൊക്കെയാണ്. കേൾക്കാൻ വേണ്ടി ആൾക്കാർ ഓടി ചെല്ലുകയാണ്. അപ്പം ആ സംസാരത്തിലൂടെ എങ്ങനെ ഈ മുടിയൊക്കെ വെട്ടി കഴിയുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്, സൂപ്പറാണ്. അതും കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അവന് കുറേ വിവരങ്ങൾ കിട്ടും. എൻ്റെ നാട്ടിലെ വിവരങ്ങൾ, കുറേ കാര്യങ്ങൾ കിട്ടും, ജനറൽ നോളജ് കിട്ടും, അല്ലാതെ കുറെ മോറൽ സ്റ്റോറീസ് കിട്ടും. ഇതെല്ലാം ഇയാൾ പറയും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആൾക്കാർ അവിടെ മാത്രം തിരക്കി ചെല്ലുന്നു മുടി വെട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അവരുടെ കട്ടിങ് പെർഫെക്ഷൻ ഉണ്ട്, അത് വേറെ കാര്യം. പക്ഷെ മൊത്തത്തിൽ ഇതിന് വേണ്ടിയിട്ടാണ് ചെല്ലുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ നമ്മൾ ആരെങ്കിലും ഇങ്ങനെ കേൾക്കാൻ മടിയുള്ള ആൾക്കാരാണെങ്കിൽ അതൊന്ന് മെച്ചപ്പെടുത്തുക, കേൾക്കുക എന്നുള്ളത്. അപ്പൊ ആ കേൾക്കുന്നതിൽ പല അറിവുകളായിരിക്കും നമുക്ക് ചിലപ്പോൾ കിട്ടുന്നത്. ചിലപ്പോൾ ഒരാളുടെ സിറ്റുവേഷൻ ആയിരിക്കും മനസ്സിലാകുന്നത്. ചിലപ്പോൾ നമ്മൾ എന്നും കണ്ട് നമ്മളോട് എന്നും ചിരിക്കുന്ന, വളരെ അടിപൊളിയായിട്ട് നടന്ന് അടിപൊളിയായി ജീവിക്കുന്ന ആളുടെ ഉള്ളിൽ ചിലപ്പോൾ എന്തെങ്കിലും നികർന്നുണ്ടാവും. അത് അറിയാതെ പോയി കഴിഞ്ഞാൽ, നമ്മൾ സ്വന്തം അയൽവാസികളാണെങ്കിൽ അത് നമ്മൾ അറിയാതെ പോയി കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ നാളെ സങ്കടപ്പെടേണ്ടി വരും. അപ്പോൾ നമുക്ക് അതിലും ഒരു ഉത്തരവാദിത്തം ഉണ്ടെന്ന് മനസ്സിലായിക്കൊണ്ട് നമ്മൾ അയാളെ എല്ലാം പറയുന്നത് നമ്മൾ കേൾക്കുക. ചില സമയത്ത് സമയമില്ലെങ്കിൽ അതനുസരിച്ച് നമ്മൾ അതിനെ അഡ്ജസ്റ്റ് ചെയ്യണം. ടൈമില്ലാത്ത കാര്യം നമ്മൾ പറഞ്ഞല്ലോ, നമ്മളത് അതിലേക്ക് വരുന്നുണ്ട്. നമുക്കത് കൃത്യമായി പറഞ്ഞ് ബോധ്യപ്പെടുത്തി നല്ല രീതിയിൽ അവിടുന്ന് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ ചില സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ, ഇങ്ങനെ സംസാരം കേൾക്കുന്നതിൻ്റെ ഇടയിൽ മൊബൈൽ നോക്കിയിരിക്കുക, അങ്ങനെ ശ്രദ്ധിക്കാതിരിക്കുക, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് മാറ്റി വെക്കുക. അപ്പം അതായത് ആ പറയുന്ന ആൾക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. അയാൾ ശ്രദ്ധിക്കുന്നില്ല, അയാളെ വെറുതെ എൻ്റെ കാര്യങ്ങൾ കേൾക്കുകയാണ്. പിന്നെ അക്നോളജ് ഹിം വെർബലി, അല്ലേ? ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാതെ അല്ലെങ്കിൽ ശരി തന്നെയാണ്, നിങ്ങൾ പറഞ്ഞത് അങ്ങനെ തന്നെയാണ് എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ അക്നോളജ് ചെയ്യുക. നോൺ വെർബലി എന്നാണ് നമ്മൾ പറയല്ലോ, അതുപോലെ അല്ലെങ്കിൽ തലാട്ടുക. ഈ ഒരു അക്നോളജ്മെന്റ് ഒക്കെ സംസാരത്തിന്റെ ഇടയിലേക്ക് കൊണ്ടുവരുന്നതല്ല. എന്ന് വെച്ചാൽ നമ്മുടെ സംസാരത്തിന്റെ ഇടയിൽ വന്നു പോയി എന്തെങ്കിലും പാളിച്ചകൾ മതിയാവും ഒരാൾക്ക് നമ്മുടെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് കൊടുക്കാൻ. അത് നമ്മുടെ സോഷ്യൽ ബോണ്ടിനെ എഫക്റ്റ് ചെയ്യും. അപ്പൊ ആൾക്കാർ ചോദിക്കും, എന്താ പറയാ, ഇങ്ങനെയൊക്കെയാണോ നമ്മൾ ജഡ്ജ് ചെയ്യുന്നത്? അതങ്ങനെ സംഭവിച്ചു പോയതല്ലേ? എങ്കിൽ പോലും ഉള്ളിൽ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് അത് ഒഴിവാക്കാം. പിന്നെ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് അയാളോട് ചോദിക്കാം. അതായത്, ചായ കുടിച്ചോ? ഇല്ല. എപ്പോഴാ പോണ്? 9:00. അപ്പൊ അത് ഒരു ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഇന്ന് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ പോലെ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഫുഡ്? ശരി, അത് ഇഷ്ടപ്പെടാൻ പ്രത്യേകിച്ച് കാരണം എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ അയാൾ അതിനെ കുറിച്ച് കുറേ പറയും. ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യെസ് ഓർ നോ അല്ലാത്ത ആൻസറുകൾ പ്രതീക്ഷിക്കുന്ന, അല്ലെങ്കിൽ ഒറ്റ വാക്ക് ആൻസറുകൾ പ്രതീക്ഷിക്കുന്നതല്ലാത്ത, അയാൾക്ക് കുറേ പറയാനുണ്ടാകുന്ന അങ്ങനത്തെ ക്വസ്റ്റ്യനുകൾ നമുക്ക് ചോദിക്കാൻ സാധിക്കും. പിന്നെ ഇടയ്ക്ക് തല ആട്ടുക, കാര്യങ്ങൾ ഓർത്ത് വെക്കുക. അപ്പൊ ഈ നേരത്തെ പറഞ്ഞില്ലേ മറ്റേ ഇവനെ കുറിച്ച്, അപ്പൊ അവന് മറ്റേ എന്താ ഒരു പേര് പറഞ്ഞ മറ്റേ ബാബുവിനെ കുറിച്ച്, ഇപ്പൊ മൂപ്പര് ഇവിടെ ഉണ്ടോ നാട്ടിൽ, അതോ
പോയോ? അപ്പോൾ അയാൾക്ക് മനസ്സിലാവും എന്താണ് ഞാൻ പറയുന്ന കാര്യം വാലിഡേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് അയാൾക്ക് മനസ്സിലാവും. അതായത് അല്ലെങ്കിൽ ഇത്രയും നേരം ഇയാൾ എന്താണ് ഈ കേട്ടുകൊണ്ടിരുന്നത്, അല്ല ഈ ഇപ്പം എന്താ പറഞ്ഞത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നമ്മൾ ഓർമ്മക്കുറവുകൊണ്ട് ചോദിക്കാറുണ്ട്. പക്ഷെ കുറച്ച് കാര്യങ്ങൾ ഓർത്തിരിക്കുക. എന്തെങ്കിലും ഡിസ്കംഫേർട്ട് ആൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ സംസാരം കട്ട് ചെയ്ത് മെല്ലെ പോകാനോ, അല്ലെങ്കിൽ എന്താണ് അയാൾക്ക് കംഫർട്ട് ഇല്ലാത്തത്, എന്താണ് അയാൾക്ക് നമ്മുടെ സംസാരം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ മെല്ലെ അത് മാറ്റുക, സബ്ജക്റ്റ് മാറ്റി പിടിക്കുക. അപ്പൊ ചിലർക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് വീക്ക്നെസ് ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ അതിലെന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രയാസം അയാളുടെ മുഖത്തുനിന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ വിഷയം മാറ്റുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ആൾക്കാരെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ ഒഴിവാക്കുക. വേറെ നമ്മൾ റിഫ്ലക്ട് ചെയ്യാൻ ശരിയാണ്, അപ്പോൾ അത് വല്ലാത്ത കഷ്ടം തന്നെയാണ് കേട്ടോ. എന്നാലിപ്പോൾ ഒരാൾ പറയുമ്പോൾ സംസാരത്തിനിടയിൽ അതെ ഇന്നലെ മോട്ടർ കടന്നിട്ട് വെള്ളം കഴിഞ്ഞ് ആകെ കുടുങ്ങി, രാവിലെ ഓഫീസ് പോകാനൊക്കെ പ്രയാസപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിൻ്റെ എന്ന് പറഞ്ഞതിന് പകരം മോട്ടർ കിടന്നാണ്ട് വെള്ളമൊക്കെ ഇല്ലെങ്കിൽ വലിയ പ്രയാസം തന്നെയാണ്. അപ്പോൾ നമ്മളെ വീട്ടിലും അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവും, നമ്മളത് കണക്ട് ചെയ്തിട്ട് പറയുക, അത് വല്ലാത്ത പ്രയാസം തന്നെയാണ്. കാരണം ഇപ്പൊ ആ രാവിലെ തന്നെ എന്തൊക്കെ ആ തിരക്കിനിടയിൽ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണല്ലേ എന്ന് ചോദിക്കുമ്പോൾ അയാൾക്ക് ഒന്നുകൂടി ആ ഒരു കണക്ഷൻ ഫീൽ ചെയ്യും. നമ്മളായിട്ടുള്ളൊരു റാപ്പോ ഒരു കണക്ഷൻ കൂടുതലുണ്ടാവും. നേരെ മറിച്ചിട്ട് ശരി അല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് വിട്ട് കഴിഞ്ഞാല് ആ റിഫ്ലക്ഷൻ ഇല്ല. അപ്പം സമ്മറി ചെയ്തിട്ട് അയാൾ പറഞ്ഞൊക്കെ ഒന്ന് സമ്മറി ചെയ്തിട്ട് തിരിച്ചൊന്ന് പറയാന്ന് കഴിഞ്ഞാൽ അയാൾക്ക് മനസ്സിലാവും ഇയാളെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സംസാരം തുടങ്ങുമ്പോൾ തന്നെ എണീറ്റ് പോകാൻ തോന്നുന്ന രൂപത്തിലുള്ള ഒരു അപ്പിയറൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ അല്ലാത്തൊരവസ്ഥയിലേക്കും നമ്മൾ പരമാവധി നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ വെൽ ഡ്രസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു രീതിയിൽ നീറ്റായിട്ട് സ്മെല്ലൊന്നും ഇല്ലാത്ത രൂപത്തിൽ അങ്ങനെയൊക്കെ നമ്മൾ പോകുക. അല്ലെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യും ഒഴിഞ്ഞു മാറിപ്പോകും. അപ്പം അതും ഒരു വൃത്തിയില്ലാത്തോന് എന്നുള്ള രൂപത്തിൽ സോഷ്യലി നമ്മൾ കമ്മ്യൂണിക്കേഷൻ എഫക്ട് ചെയ്യും. ഇനി വേറെ ഇപ്പൊ ഞാൻ ഇത്ര നേരം പറഞ്ഞത് പുറത്തേക്കുള്ള കുറേ കമ്മ്യൂണിക്കേഷൻ അല്ലേ, നമ്മൾ പുറത്ത് പോകുമ്പോൾ നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കും, വീട്ടിലേക്ക് ആൾ വരുമ്പോൾ എന്നുള്ള പോലത്തെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഫാമിലിക്ക് അകത്തുള്ള കുറേ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്, അതിപ്പോ കുറേ കുറവാണ്, ഒത്തിരി കുറവാണ്, ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. കാരണം ഡിജിറ്റൽ മീഡിയകള് അതുപോലെ തന്നെ ടി വിയിലാണെങ്കിൽ നമുക്ക് നെറ്റ് കണക്ട് ചെയ്തുകൊണ്ട് കിട്ടുന്ന ഒരുപാട് നമുക്ക് OTT അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ നമ്മൾ അതിൽ നിന്ന് നമ്മൾ വ്യത്യസ്തമായിക്കൊണ്ട് നമുക്ക് മാറാൻ പറ്റുന്നില്ല, നമ്മൾ അതിനോടൊപ്പമായി പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് കുടുംബത്തിനകത്തുള്ള ബന്ധങ്ങൾ കറക്റ്റ് ആണോ എന്നുള്ളത് നമ്മൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ആണോ എന്നുള്ളത് ഉറപ്പുവരുത്തും. അതിലൂടെ നമുക്ക് സ്ട്രെങ്തൻ ദ റിലേഷൻഷിപ്പ്, നമ്മുടെ ബന്ധങ്ങൾ കുറക്കാൻ വേണ്ടി ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ലേ, കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിലാണ് ഈ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുക. കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുമ്പോൾ എപ്പോഴും നമ്മളെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് അറിയുമ്പോൾ തെറ്റിദ്ധാരണകൾ ഉണ്ടാവില്ല. കുടുംബത്തിൽ ഒരുപാട് തെറ്റിദ്ധാരണകളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. ഭാര്യ ഭർത്താവ് തമ്മിലാണെങ്കിലോ മക്കളൊപ്പയാണെങ്കിലോ ഈ അങ്ങനെയാണ്, ഈ അത് വിചാരിച്ചിട്ട് പോയതാണ്, ഈ അതുകൊണ്ട് പറഞ്ഞാണെന്നുള്ള രൂപത്തിലില്ലാതെ എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകൾ കുറയും, നമ്മളെ മെന്റൽ വെൽബീയിങ് ഇമ്പ്രൂവ് ചെയ്യും. അതായത് ഒരു കണക്ഷൻ ബോണ്ട് ചെയ്യുമ്പോൾ, കണക്ഷൻസ് ഉണ്ടാകുമ്പോൾ, തമ്മിൽ കുടുംബത്തിലിരുന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് കുറച്ച് മനസ്സിന് സുഖം, റിലാക്സേഷൻ കിട്ടുന്നതുകൊണ്ട് തന്നെ മനസ്സിന്റെ സുഖത്തിനും മാനസികമായ ഒരു ഉല്ലാസം കൂടിയാണ്. കുട്ടികളുടെ ഡെവലപ്മെന്റിന്, കാരണം കുട്ടികൾ എന്തൊക്കെ കാര്യങ്ങളാണ്, എന്താണ് സ്കൂളിൽ നടന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അടുത്തുള്ള കളിക്കാൻ പോയപ്പോൾ എന്തൊക്കെ സംഭവിച്ച്, ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും അവരോട് ചോദിക്കുക, അവരോട് സംസാരം ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് പറയാം എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു വളരെ വ്യക്തമായിട്ട് നമുക്ക് കിട്ടും. അതിലൂടെ നമുക്ക് ആ കുട്ടികൾക്ക് ഇനി എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യാണ്ട്, എന്തൊക്കെ ഡെവലപ്മെന്റ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എൻഹാൻസ് ദ പ്രോബ്ലം സോൾവിങ്, ആ പ്രോബ്ലം സോൾവിങ്ങിന്റെ അതായത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവുകൾ നമുക്ക് കൂട്ടാൻ പറ്റും. അതിന് ചില ടിപ്സുകളാണ് പറയുന്നത്. നമ്മൾ ഒരു 10-15 മിനിറ്റ് ഡെയിലി ഒരു ഫാമിലി ടൈം നിശ്ചയിക്കുക. ആ ടൈമിൽ എല്ലാവരും ഫോണും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് കുറച്ചു നേരം ഒന്ന് വട്ടത്തിലേക്ക് ഇരുന്ന് വർത്താനം പറയാം. വേണമെങ്കിൽ അത് ഭക്ഷണം കഴിക്കുന്ന സമയത്തിലോ അതിന് മുമ്പോ ബെഡ് ടൈമിന്റെ മുമ്പായിട്ടൊക്കെ നമുക്ക് ഈ സംഭവം ചെയ്യാം. സ്ക്രീൻ ഓഫ് ടൈം, അത് TV ഫോണൊക്കെ ഓഫ് ആക്കിയിട്ടുള്ള ഒരു സമയം, ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 1/4 മണിക്കൂറൊക്കെ വെച്ചിട്ട് വട്ടം കൂടിയിരുന്നു. പണ്ടൊക്കെ അല്ലേ കറണ്ട് പോകുമ്പോൾ നല്ല രസമായിരുന്നു. കറണ്ട് പോകുമ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് വന്നിരുന്നിട്ട്, അന്ന് TV ഉണ്ടാവില്ല, അപ്പോൾ
ലൈറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ഒരു എമർജൻസി ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ആ എമർജൻസിന് മുന്നേ എല്ലാവരും കൂടി ഇരുന്ന് അപ്പോൾ ഭയങ്കര രസം. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കറണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ ടി വി ഒക്കെ ഓണാകുമ്പോൾ അത് കറണ്ട് വരണ്ടില്ലേ എന്നും പറയും. അതെന്ന് വെച്ചാൽ ആ സ്ക്രീൻ ഓഫ് ടൈം ആൾക്കാർ ആഗ്രഹിക്കുന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത് നമ്മൾ ഉണ്ടാക്കുക ഓട്ടോമാറ്റിക്. ആ കറണ്ട് പോകുന്ന ടൈം അല്ലെങ്കിൽ ആ സ്ക്രീൻസ് ഓഫ് ചെയ്യുന്ന സമയം. ഫാമിലി വീക്കിലി ചെക്കിൻസ്, ചാലഞ്ച്, ഗോള്, ഡിസ്കസ് എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഒരാഴ്ചയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ചെറിയ നമ്മൾ ഒരുമിച്ച് കുക്ക് ചെയ്യുക അല്ലെങ്കിൽ പുറത്തേക്ക് ഒരുമിച്ച് പോവുക, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഒരാൾ എന്ത് കാര്യങ്ങൾ പറയുമ്പോഴും നമ്മൾ ഈ പറഞ്ഞ ലിസണിങ് പ്രോപ്പറായിട്ട് ലിസണിങ് ചെയ്യുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫാമിലിക്കകത്ത് കൊണ്ടുവരാൻ സാധിക്കും. ഇത് അകത്തുള്ള കമ്മ്യൂണിക്കേഷൻ. ഇനി ഫോർ യുവർ കിഡ്സ് വെൽക്കമിങ് ഗസ്റ്റ്. ഇനി കുട്ടികളുടെ കാര്യങ്ങളിൽ നമുക്ക് സോഷ്യൽ സ്കിൽസ് ഉണ്ടാക്കിയെടുക്കാൻ ഏറ്റവും കൂടുതൽ പുറത്തുനിന്ന് എപ്പോഴും കുട്ടികൾ വീട്ടിൽ തന്നെ ആണെങ്കിലും പുറത്തുനിന്ന് ഗസ്റ്റ് വരുമ്പോൾ അതൊരു സോഷ്യൽ ഇൻറ്ററാക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. കുട്ടികൾ പുറത്തേക്ക് എപ്പോഴും പോയില്ലെങ്കിലും ആ സമയത്ത് നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് അവരെ ഉൾപ്പെടുത്താൻ പറ്റും. ഒന്ന്, നമുക്ക് ഗസ്റ്റ് വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് ചെറിയ ചെറിയ ആക്ടിവിറ്റീസൊക്കെ, ക്ലീനിങ് ആക്ടിവിറ്റീസൊക്കെ കൊടുക്കാം. കുട്ടികളെ ഓടിച്ചു വിട്ടിട്ട് അവരൊന്നും അറിയാത്ത പോലെ നിൽക്കാതെ അവർക്ക് എന്ത് ചെയ്യാം, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് മാറ്റിക്കുക, ആ പേപ്പറുകളൊക്കെ നിർത്തുക, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കൊടുക്കുക. എങ്ങനെയാണ് ഗസ്റ്റ് ആരാ വരുന്നത്, അവരെങ്ങനെയാണ് റെസ്പെക്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നമ്മളിവിടെയൊക്കെ നീറ്റായി വെക്കണം കേട്ടോ, എങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളെപ്പോഴും പറഞ്ഞു കൊടുക്കുക. ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കിയിരിക്കുക. അതാരാന്നൊക്കെ ചോദിച്ചു നോക്കാൻ അവരോട് പറയുക. അവരോട് ജസ്റ്റ് ഒന്ന് പോയി ഇടപഴകാൻ വേണ്ടി പറയുക. ഇൻവോൾവ് ദം വിത്ത് ഗസ്റ്റ് ആൻഡ് ഇൻട്രൊഡ്യൂസ് ദ ഗസ്റ്റ് ടു ദം. ഗസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ അവരൊന്ന് പരിചയപ്പെടുത്തുക. ആരാണ് വന്നേക്കുന്നത്, ഇവരൊക്കെ ആരാണ്, ഇവരൊക്കെ നമ്മളെ ബന്ധത്തിൽ ആരൊക്കെയാണ്. ഇപ്പൊ ആർക്കും അറിയില്ല ഈ കുടുംബത്തിലുള്ള ആരൊക്കെ എന്നുള്ളത്. കുടുംബത്തിലെ ആളെ കണ്ടാൽ പേടിച്ചു കൊടുക്കുകയും ചെയ്യും. ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ കുറച്ച് അകന്ന ആളായിരിക്കും. പക്ഷെ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് നമ്മൾ ആ രീതിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇമേജ് കുട്ടിക്കുള്ളിൽ ഉണ്ടാകുമ്പോൾ ആ കുട്ടി ആ ഒരു അട്രാക്ഷൻ കാണിക്കും. എൻകറേജ് ദം ടു ടോക്ക് വിത്ത് ഗസ്റ്റിന്റെ കൂടെ സംസാരിക്കാൻ വിടുക. പണ്ടങ്ങനെ ഈ അതിഥികളൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ, കുട്ടികളൊക്കെ ഓടിച്ചു വിടുക. ബാക്ക് പോയിക്കോളി, എല്ലാവരും ബാക്ക് പോയിക്കോളി എന്ന് പറഞ്ഞിട്ട് കുട്ടികളൊക്കെ ഓടിച്ചു. അതിന് പകരം കുട്ടികളെ അവർ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. അവരിലിരിക്കട്ടെ, കുട്ടികൾക്ക് അച്ചറുണ്ടാക്കട്ടെ, കുഴപ്പമില്ല, കുട്ടികൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കട്ടെ, അതൊക്കെ നാച്ചുറലി ആണ് എന്ന് മനസ്സിലാക്കുകയും ആ ഗസ്റ്റ് അത് അറിയുകയും വേണം. കുട്ടികള് ഈ വിത്ത് ദ ഗസ്റ്റ്, കുട്ടികൾ അവരോടെ ഇരുന്നിട്ട് അപ്പൊ നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അപ്പൊ ആ രീതിയിൽ നമ്മളുടെ എല്ലാവരും ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുള്ള ഒരു ഒരു സംഭവമാണ് അതിനകത്ത് വേണം. പിന്നെ എപ്പോഴും ഓടിച്ചുവിടുന്ന കുട്ടീനെ ഒന്ന് ചിരിക്കാൻ പറയുക, ഗസ്റ്റിനോട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ, അവരോട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി പറയുക. ടേബിൾ മാനേഴ്സ് ഒക്കെ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, എന്താ ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇങ്ങനെയൊക്കെ ആക്കുമ്പോൾ കുട്ടികളെ ചെറിയ രൂപത്തിൽ സോഷ്യൽ സിറ്റുവേഷൻസ് കൺസിഡർ ചെയ്യാണ്, അത് എങ്ങനെ ഡീൽ ചെയ്യാന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കും. അതിന്റെ സ്റ്റാർട്ടിങ് പോയിന്റ് ആണ് ഇത്. വീട്ടിൽ നിന്നുള്ള ഈ സംഭവം എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് പോയിന്റ് ആണ്. അപ്പൊ അങ്ങനെ ആയി കഴിയുമ്പോൾ കുട്ടികൾക്കത് കുറച്ചുകൂടെ ഈ സോഷ്യലി ഇൻവോൾവ് ചെയ്യാനുള്ള കഴിവുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആ കുട്ടി ഒന്ന് പുറത്ത് പോകുമ്പോൾ കുറച്ചൊന്ന് ഇവിടുന്ന് ഈ ഒരു ട്രെയിനിങ് കഴിഞ്ഞുകൊണ്ട് കുറച്ചൊന്ന് സോഷ്യലി ഇൻവോൾവ് ചെയ്യാനുള്ള ഒരു സ്കില്ല് കിട്ടും. ഇനി സോഷ്യൽ ആൻസൈറ്റി എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വലിയ ഡിസോർഡർ അസുഖങ്ങളാണ്. അതെല്ലാവർക്കും ഉണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ സോഷ്യൽ ആൻസൈറ്റി എന്ന് പറഞ്ഞ അസുഖം എന്ന് പറയുന്നത് നമുക്ക് അത് ഭയങ്കരമായിട്ടുള്ള ഇതാണ്. അതായത് സോഷ്യൽ സിറ്റുവേഷനിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ബോധം കെട്ട് വീഴുക, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ്. പക്ഷെ അതിൻ്റെയൊക്കെ ചെറിയ ഒരു പൊടി ചില കുട്ടികളിലൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇല്ലാതാക്കണമെങ്കിൽ ഇത്തരം ട്രെയിനിങ്സ്. വലിയ സോഷ്യൽ ആൻസൈറ്റി ചിലപ്പോൾ എന്തെങ്കിലും ഫോബിയ, എന്തെങ്കിലും കാര്യങ്ങൾ കണ്ട് പേടിച്ചിട്ടോ അപകടങ്ങൾ സംഭവിച്ചിട്ടോ അങ്ങനെ സോഷ്യൽ സിറ്റുവേഷനിൽ വരാൻ ബുദ്ധിമുട്ടുള്ള കാര്യത്തിനെയാണ് നമ്മൾ സോഷ്യൽ ആൻസൈറ്റി ഡിസോർഡർ എന്നൊക്കെ പറഞ്ഞത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൾക്കൂട്ടത്തിൽ ചെന്നാൽ അപ്പോൾ ചിലപ്പോൾ ബോധം കെട്ട് വീഴും. അങ്ങനത്തെ അത്രയും എക്സ്ട്രീം, അത്രയും വലിയ കണ്ടീഷൻസ് ആണ്. എന്നാൽ അതിനൊക്കെ ചെറിയൊരു പൊടി എവിടൊക്കെയോ ഉണ്ട് ചില കുട്ടികളുടെ. അപ്പോൾ അതെന്താ വെച്ചാൽ ഇപ്പോൾ ഒരു ഫാമിലിയിലുണ്ട്, ആ ഫാമിലിയിൽ ഇപ്പോൾ കല്യാണത്തിന് വരുമ്പോൾ ഒരു ഉപ്പയും മാത്രം ഉണ്ടാവും, കുട്ടികൾ ആരും ഉണ്ടാവില്ല. ചിലപ്പോൾ ചെറിയ കുട്ടി ഉണ്ടാവും. അപ്പൊ എന്താന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് കുട്ടികൾ വരൂല, അവർ വീട്ടിൽ തന്നെ അവർ ബുക്ക് വായിച്ചിരിക്കുകയാണ്, അവർ വരുന്നില്ല എന്ന് പറയുന്നത്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് സ്മോൾ മൈനസ് സോഷ്യൽ ആൻസൈറ്റി. സോഷ്യൽ ആൻസൈറ്റിന്റെ ചെറിയ ഭാഗമാണ്. അപ്പൊ അതിനെ നമ്മൾ എങ്ങനെയാണ് തരണം ചെയ്യുക?
ഒന്നുമില്ല. അതിന്റെ ചികിത്സ എന്ന് പറയുന്നത് എക്സ്പോഷർ ടു ദ എൻവയോൺമെന്റ് എന്നാണ്. അതായത് കുട്ടികളായിരുന്ന സമയത്ത് തന്നെ ഇത്തരം എൻവയോൺമെന്റിലേക്ക് നമ്മൾ എക്സ്പോഷർ ഉണ്ടാക്കുക. അത് ആ ഒരു ചെറിയ കല്യാണത്തിന്, ചെറിയ ഫംഗ്ഷനുകളിലൊക്കെ കൊണ്ടുപോകുക, ആളുകൾക്കിടയിലൊക്കെ ഒന്ന് ഇടപഴകിപ്പിക്കുക. അപ്പം എന്താണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കുക. എന്താണ് സോഷ്യൽ സിറ്റുവേഷൻ, അവിടെ എന്തൊക്കെ നടക്കുന്നത്, ഇതിന് പേടിക്കേണ്ടതില്ല, സേഫർ പ്ലേസ് ആണ് എന്നുള്ളതും ഒക്കെ മനസ്സിലാക്കും. അത് ചെറുപ്പത്തിലെ പലപ്പോഴും ശീലങ്ങളില്ലാത്തതുകൊണ്ടായിരിക്കാം വലുതാവുമ്പോൾ ഈ ഒരു സിറ്റുവേഷനിലേക്ക് കുട്ടികൾ വളർന്നു വരുന്നത്. അത് വലിയ കുട്ടിയാകുമ്പോൾ തന്നെ അല്ല, ഒരു 10ാം ക്ലാസ് 8ാം ക്ലാസ് ഏജ് എത്തുമ്പോഴേ തന്നെ കുറച്ച് ചിലപ്പോൾ സോഷ്യൽ സിറ്റുവേഷനെ അവോയ്ഡ് ചെയ്യുന്ന ചില ഒരു അവസ്ഥകളൊക്കെ ഉണ്ടാവും. അത് അഡോളസെന്റിന്റെ ഭാഗമായിട്ടുള്ളത് ഉണ്ടാവാം, അതല്ലാതെയും കുറെ കുട്ടികൾക്ക് ഉണ്ടാവും. അത് ചിലപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ പാരൻസ് ചെറിയ രീതിയിൽ കുട്ടികളാകുമ്പോൾ തന്നെ ഹായ് പറയാ, അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും പറയാ എന്ന് പറഞ്ഞ കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കണം. ഒന്ന് ചിരിക്കടാ, അവരോടൊന്ന് ചിരിച്ചേ, അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചോ, പേരെന്താ ചോദിച്ചോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ മെല്ലെ മെല്ലെ എക്സ്പോഷർ കൊടുക്കുമ്പോൾ അതിങ്ങനെ ഡെവലപ്പായി. അപ്പോൾ ഫങ്ഷൻസ് അറ്റൻഡ് ചെയ്യുമ്പോഴൊക്കെ കൂടെ കൊണ്ടുപോകാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് സോഷ്യൽ ആൻസൈറ്റിയിലേക്ക് വളരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ തുടക്കത്തിലെ അതിനെങ്ങനെ ട്രീറ്റ് ചെയ്ത് ശരിയാക്കി എടുക്കുമ്പോൾ സോഷ്യലി നല്ലൊരു കുട്ടിയാവും. അപ്പോൾ അതിൻ്റെ ചെറിയ സ്റ്റെപ്സ് ആണെങ്കിൽ, ഇപ്പോൾ സ്കൂളിൽ നിന്നാണെങ്കിലും വീട്ടിൽ നിന്നാണെങ്കിലും ചെയ്യാൻ പറ്റിയ ചെറിയ സ്റ്റെപ്സ്, ഇപ്പോൾ ടീച്ചേഴ്സൊക്കെ ഉണ്ടെങ്കിൽ സ്കൂളിൽ ഒക്കെ പറഞ്ഞിട്ടുള്ളത് ക്ലാസ് റൂമിൽ ക്ലാസ്മേറ്റിനോടൊന്ന് സ്മൈൽ ചെയ്യാൻ വേണ്ടി പറയാം. ചിലപ്പോൾ അതുപോലും ഇല്ലാത്ത ഉണ്ടാവാം. അപ്പോൾ ചോദിക്കുന്ന സ്മൈൽ ചെയ്തോ, ആരോടാ സ്മൈൽ ചെയ്ത്, എൻ്റെ പേരെന്താ, നാളെ അവനോട് ഹായ് പറയും, ഹായ് പറഞ്ഞിട്ട് അവൻ്റെ പേര് ചോദിക്കും. ടീച്ചറോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറയും. അപ്പോൾ ടീച്ചറോട് അന്ന് പോയിട്ട് ടീച്ചറോട് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ, എന്ത് ക്വസ്റ്റ്യനാണ് ചോദിച്ചത്, ടീച്ചർ എന്താ പറഞ്ഞത്. പിന്നെ ഒരു ഫ്രണ്ടിനോട് 1 മിനിറ്റ് സംസാരിക്കാം. അപ്പോൾ ഇതൊന്നും ഇല്ലാത്ത കുറേ കുട്ടികളുണ്ടാവും കേട്ടോ. ചിലപ്പോൾ ഇതൊക്കെ ഉള്ള കുട്ടികളായിരിക്കും, പക്ഷെ ഇല്ലാത്തവരാണെങ്കിൽ ഇതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യും. ചെറിയ ഗ്രൂപ്പ് ഗെയിമിലൊക്കെ കുട്ടി ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കാൻ നോക്കുന്നത് കാണുമ്പോൾ നമ്മൾ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുപ്പിച്ചിട്ട് വാ എന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിലേക്ക് ഇൻവോൾവ് ചെയ്യും. ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുന്ന വേണം, കുട്ടിനോട് വെയിറ്ററോട് പറയാം. അപ്പോൾ ഇപ്പോൾ എന്താണെങ്കിൽ എന്താ എടുക്കേണ്ടത്, ചില ദോശയും ചട്നി ആണെങ്കിൽ, അങ്ങനത്തെ സാധനമാണെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് ചായയാണ്, അത് പറയാം. അപ്പോൾ വെയിറ്ററെ വിളിച്ചിട്ട് കുട്ടി പറയട്ടെ. അപ്പോൾ കുട്ടിക്ക് അത് ഒരു ധൈര്യമാണ്, അത് ഞാനിങ്ങനെ കാര്യം ചെയ്തു, വലിയൊരു കാര്യമാണ്, അത് ചെയ്തു. കുട്ടിക്ക് ആ സിറ്റുവേഷനിൽ പാരന്റ് ചെയ്യാൻ പറ്റും. ക്ലാസ്സിലൊരു ഇൻട്രഡക്ഷൻ, അങ്ങനെ സ്റ്റെപ്പാണ്. ക്ലാസ്സിലൊരു ഇൻട്രഡക്ഷൻ കൊടുക്കുക, ലാസ്റ്റ് സ്പീക്ക് ഓൺ സ്റ്റേജ്. ഇതിങ്ങനെ മെല്ലെ മെല്ലെ വന്ന് അവസാനം സ്റ്റേജിൽ നിന്ന് ചെറിയ പ്രസംഗമൊക്കെ നടത്താനുള്ള കുട്ടികൾ മാറും. നമ്മൾ പറയും നാണാന്നല്ലേ, നാണം എന്ന സംഭവമില്ല, ഷൈനസ് എന്ന് പറയില്ല, അത് ഈ സോഷ്യൽ ആൻസൈറ്റിന്റെ ചെറിയ രൂപമാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാവില്ല. അത് ആ ഒരു സിറ്റുവേഷൻ നാച്ചുറൽ ആണ് എന്ന് പറയാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 100% നാച്ചുറൽ അല്ല. അത് നമ്മൾ ചിലപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കാം. അത് നമുക്ക് തരണം ചെയ്യേണ്ടതുണ്ട് ആ ഒരു ഷൈനസ് എന്ന് പറഞ്ഞ സംഭവം. അതായത് ആവശ്യമുള്ളിടത്ത് അത് വേണം, പക്ഷെ എവിടെയാണോ നമ്മൾ സിറ്റുവേഷനിൽ നമുക്കത് നമ്മൾ എക്സ്പോഷർ നടത്തേണ്ടത്, ആ സിറ്റുവേഷനിൽ കുട്ടികൾ മാറി കിട്ടാൻ പറ്റും. പിന്നെ പല ആൾക്കാരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സംസാരിക്കുമ്പോൾ നമുക്ക് ഒരു വിഷയമല്ല. പല ആൾക്കാർ വിഷയമില്ലാത്തതുകൊണ്ട് സംസാരിക്കാത്തവരുണ്ട് കേട്ടോ. ഇതൊക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ വിചാരിക്കും വെറുതെ പറയാണ്, ഇതൊക്കെ ഇഷ്ടംപോലെ ഉള്ളതാണ് ഞാനീ പറഞ്ഞത്. വിഷയമില്ല, എന്താ ഇപ്പോൾ അവരോട് പറയാ, വന്ന് ചെയ്തതിന് ഇപ്പൊ എന്താ ഇപ്പോൾ അവരോട് പറയാ, എന്നാൽ എല്ലാം അങ്ങോട്ട് സ്കൂട്ടാകല്ലേ, വർക്ക് ഉണ്ടെന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് ആ രീതിയിലാണ് വിചാരിക്കുന്നത്. അത് സിറ്റുവേഷൻ ഒന്ന് ഒഴിവാകുകയാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അയാൾ പിന്നെ അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ അതിനെന്താണ് മാർഗം എന്ന് പറഞ്ഞു നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, എന്തൊക്കെ വിശേഷങ്ങൾ, ഞാൻ ഇപ്പോൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ളൂ, പിന്നെ എങ്ങനെ പോയി കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നു, പിന്നെ കഴിഞ്ഞ ആഴ്ചയൊക്കെ എന്തായിരുന്നു പരിപാടി, ഇവിടെ ഉണ്ടായിരുന്നോ അതോ പുറത്ത് പോയിരുന്നോ, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ഉണ്ടാക്കി ചോദിക്കാം. പിന്നെ ഏറ്റവും ബെസ്റ്റാണ് കാലാവസ്ഥ മാറിയത് അല്ലേ. ചില ആൾക്കാർ കണ്ടു വിഷയം തുടങ്ങുന്നതന്നെ കാലാവസ്ഥ മാറണമായിരുന്നു. കാരണം വെച്ചാൽ അവർക്ക് പറയാൻ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കാലാവസ്ഥ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ വെതർ ചേഞ്ച് സ്റ്റാർട്ട്, ഇന്നലെ ഇപ്പോൾ നല്ല മഴ, പെട്ടെന്നില്ല എന്ന് വരെ ചൂടായിരുന്നു, അങ്ങനെ തുടങ്ങുന്നവരുണ്ട്. അത് വിഷയമില്ലാത്തതുകൊണ്ടാണ്. വിഷയം പിന്നെ ഇഷ്ടംപോലെ വരും. അപ്പോൾ ആ സ്റ്റാർട്ടിങ് കിട്ടാത്തതുകൊണ്ട് ചിലർ തുടങ്ങാതെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അവർ പിന്നെ അവരുടെ കമ്മ്യൂണിക്കേഷൻ കട്ടാവുകയാണ്. അപ്പോൾ അത് ഒഴിവാക്കാനാണ് നമ്മൾ ഈ പറയുന്നത്. ഇനി ഇറ്റ് ഈസ് ചീത്ത റീസൺ. അപ്പം നമുക്ക് പത്രത്തിലെ വാർത്തകൾ ഇഷ്ടം പോലെ ഉണ്ട്. അതെ, മറ്റേ ഇത് കണ്ടോ നമ്മൾ, മറ്റേ ന്യൂസ്
എന്തെങ്കിലും ന്യൂസ് പറഞ്ഞിട്ട് അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. ഇഷ്ടംപോലെ ന്യൂസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ നമുക്കുള്ളത് എന്ന് പറഞ്ഞാൽ ഫോർഡ് മെത്തേഡാണ്. ഫോർഡ് എന്ന് പറഞ്ഞാൽ എഫ് ടു ഫാമിലി. ഫാമിലിനെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കാം. ഒക്കുപ്പേഷൻ, എവിടെയാണ് ജോലി, എവിടെ പഠിക്കുന്നത്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റിനെ കുറിച്ച് അല്ലേ. ഈ കഴിഞ്ഞ ആഴ്ച ഫുട്ബോളിന് വരുന്നോ, ആ ടീമിൽ കണ്ടിരുന്നല്ലോ, ആ ശരി, കളിയൊക്കെ അങ്ങനെ ഇഷ്ടമല്ലേ, ആ ഞാൻ വല്ലപ്പോഴും കാണാറുണ്ട്. അതുപോലെ ഡ്രീംസ് അല്ലേ, ഗോൾസ്. അപ്പൊ എന്തെങ്കിലും സ്വപ്നം, ഓക്കെ. അപ്പൊ ആ ടെസ്റ്റ് എഴുതിയിരുന്നോ, അല്ല കിട്ടിയാലൊക്കെ നല്ല കേട്ടോ, മാക്സിമം ട്രൈ ചെയ്തോ, ആ രൂപത്തില്. അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങൾ കിട്ടിയില്ലേ. ഇതൊരു വിഷയമില്ലാത്തവർക്ക് വിഷയം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള വിഷയമാണ്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇനി കോൺഫ്ലിക്റ്റ്, പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ. അതായത് എപ്പോഴും നമുക്ക് മനസ്സിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരു കാര്യത്തിന് രണ്ട് രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റും. ഈ എഴുത്തിൽ കണ്ട പോലെ ചുവപ്പ് കളറിൽ അവതരിപ്പിച്ച അവിടെ മൊത്തം ഒരു ചൂട് മൂടായിരിക്കും. അപ്പൊ ആ കേൾക്കുന്ന ആൾക്കത് ഭയങ്കര നേരെ ഓപ്പോസിറ്റ് ചെയ്യണം. ഇപ്പൊ ഒരാൾ നമ്മളിങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, കണ്ണിങ്ങനെ അടഞ്ഞു വരുമ്പോ അപ്പുറത്ത് ഒച്ചയും പാടുണ്ടാകും. നമ്മൾ നേടി വന്നിട്ട് ഒച്ച ഉണ്ടാക്കുന്നത് പറഞ്ഞല്ലേ, എന്നൊക്കെ പറഞ്ഞാൽ കേട്ടാ എന്നായിരിക്കും നമ്മളെ എപ്പോഴും പറയുന്നത് അല്ലേ. നേരെ മറിച്ച് നമ്മൾ വന്നിട്ട് നിങ്ങളെ ഒച്ച ഉണ്ടാക്കിയിട്ട് എന്തോ ഒരു ബുദ്ധിമുട്ടറിയാം, ഞാൻ ഉറങ്ങാൻ നോക്കുമ്പോൾ ഇതിന് ഉറക്കം വീണ്ടും തൊള്ളിയാണ്, നല്ല ക്ഷീണമുണ്ട്, കുറച്ചൊക്കെ ഉറങ്ങട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ നിർത്താൻ തോന്നും. അതാണ് രണ്ട് സ്റ്റേറ്റ്മെന്റ്. സ്റ്റേറ്റ്മെന്റ്, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞ് നമ്മൾ അവരോട് പ്രസന്റ് ചെയ്യുക. അവരിലേക്കല്ല, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, ഞാനാണ് കാരണക്കാരൻ, നിങ്ങളല്ല, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി, നിങ്ങളവിടെ ഒച്ച ഉണ്ടാക്കിയിരുന്നു. ആ ഒരു രീതിയിലേക്ക് സ്റ്റേറ്റ്മെന്റിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്ത് പറഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ക്ലാസ്സിലൊക്കെ ബഹളം വെക്കുമ്പോൾ ഇടയ്ക്കിട എന്ന് പറഞ്ഞിട്ട് രണ്ട് പൊട്ടലല്ലേ, നേരെ മറിച്ചിട്ട് എന്താ പറയാ, ഇത് ഈ രൂപത്തിലൊന്ന് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ മാറ്റങ്ങളുണ്ടാകും. പക്ഷെ എന്താ പറയാ, അപ്പൊ നമുക്ക് ഈ രീതിയിൽ അപ്പൊ ഒരുപാട് കോൺഫ്ലിക്റ്റ് അവിടെ ഒഴിവാകും. ഒച്ച ഉണ്ടാകുന്നതല്ല, എന്താ പറഞ്ഞാൽ കേട്ടാന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചൂടായി എന്നുള്ള ഫീലിംഗ് ഉണ്ട്. അവിടെ ആളുകൾ മൊത്തം ഒന്ന് സ്റ്റക്കാവും. പിന്നെ അയാൾ ദേഷ്യപ്പെട്ടു, അപ്പൊ തിരിച്ചങ്ങോട്ട് ദേഷ്യം തോന്നല്, അത് നമ്മളുടെ ഒരു ദിനം ബാധിക്കും. പിന്നെ പറഞ്ഞ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറെ ഇമോഷൻസ് വരും അല്ലെ, ദേഷ്യം വരും, സങ്കടം വരും. ഇപ്പൊ ഇതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മളത് മാനേജ് ചെയ്യാൻ പഠിക്കും. നമ്മളുടെ ഇമോഷൻസ് വേറെ ആൾ മേലേക്ക് കൊണ്ടുപോയി ചാരല്ല ചെയ്യും. നമ്മളത് പ്രോപ്പർ മാനേജ് ചെയ്തിട്ട് അതിനെങ്ങനെ ശരിയാക്കുക എന്നത് പഠിക്കണം. അതും നമ്മളുടെ സോഷ്യൽ സിറ്റുവേഷൻ, സോഷ്യൽ ഡെവലപ്മെന്റിന്റെ ഒരു ഭാഗമാണ്. ഐഡന്റിഫൈ അവർ കറണ്ട് ഇമോഷൻ. ഇപ്പൊ എന്താണ് നമുക്ക് തോന്നിയത്, ഇപ്പൊ ദേഷ്യം, ഇപ്പൊ എന്താ തോന്നിയത്, അത് നമ്മൾ ഒന്നുകിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഓഫീസിൽ നിന്നൊക്കെയാണ് ദേഷ്യം വിട്ട് വന്നാണെന്നുണ്ടെങ്കിൽ, ചില എഴുതുന്നവരാണെങ്കിൽ ഡയറിയിൽ കുറേ കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് അല്ലെങ്കിൽ പേപ്പറിലായിട്ട് വലിച്ചെറിയുക, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഹാപ്പി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് കാണും, ഇതിൻ്റെ ഇടയ്ക്ക് മ്യൂസിക് കേൾക്കുക, അല്ലെങ്കിൽ ഒരു കൂൾ ഡ്രിങ്ക്സോ കുറിച്ച് തണുക്കാൻ ശ്രമിക്കുക. അടുത്ത ഒരു സ്റ്റെപ്പ് എടുക്കുന്നതിന് മുമ്പ് കേട്ടോ, അത് ചെയ്ത ഉടനെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകരുത്. അടുത്ത സ്റ്റെപ്പിന് മുന്നേ ആലോചിക്കുക. ഇപ്പൊ പെട്ടെന്ന് ഒരു ദേഷ്യം വന്നാൽ തന്നെ ഒരു ഇമെയിലോ വാട്സാപ്പ് മെസ്സേജോ അയക്കാൻ നിൽക്കുന്നതിന് മുമ്പ് അപ്പം അയക്കരുത്. ഒരു മിനിറ്റ് ആലോചിച്ചിട്ട് ഒരു ചെറിയ ബ്രേക്ക് കൊടുത്തിട്ട് എന്നിട്ട് അയക്കാൻ വേണ്ടി നോക്കുക. അപ്പൊ ആ ഒരു മിനിറ്റിൽ നമുക്കുണ്ടാകുന്ന കുറെ ചേഞ്ചസ് ഉണ്ട്. അത് അയക്കണോ അയക്കണ്ടേ, ആ തിങ്കിങ് ഒക്കെ ഉണ്ട്. അത്രയും തിങ്കിങ്ങുകൾ വരും. അപ്പൊ നമ്മളുടെ നമ്മുടെ ആ ഒരു ഇമോഷനെ നമുക്കിവിടെ ബാലൻസ് ചെയ്യാൻ പറ്റും. എപ്പോഴും നമ്മളിൽ നിന്നുണ്ടാകുന്ന നമ്മളുടെ ഇമോഷന്റെ റിഫ്ലക്ഷൻ, നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വികാരങ്ങളുടെ റിഫ്ലക്ഷനുകൾ പലപ്പോഴും ബന്ധങ്ങൾ തകർക്കും. ചെറിയ കാര്യം ഉണ്ടാവും, ബന്ധങ്ങൾ അവിടെ ബ്രേക്ക് ആവും. അപ്പൊ അത് നമുക്ക് വേറെ സ്ഥലത്തുനിന്ന് കിട്ടിയ എന്തെങ്കിലും പ്രശ്നം കാരണമായിരിക്കും നമ്മളിവിടെ ഇമോഷൻ വരുന്നത്. അപ്പൊ അത് നമ്മൾ കറക്റ്റ് മാനേജ് ചെയ്തിരിക്കുക, അത് നമ്മളെ ബന്ധങ്ങൾ തകർക്കും. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ കണക്ട് ആയിട്ട് കിടക്കുകയാണ്. ഇമോഷണൽ ഇന്റലിജൻസിൽ സോഷ്യൽ സ്കിൽസ്, ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒരുപാട് സ്കില്ലുകളുണ്ട്. കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ടീം വർക്കാണ്, ഇടപഴകുന്നതാണെങ്കിലും, അങ്ങനെ സോഷ്യൽ സ്കിൽസ് ഉണ്ടാക്കിയെടുക്കുന്നതിലൂടെ നമുക്ക് സെൽഫ് അവയർനെസ്സുകൾ കൂടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്താണ് ഞാൻ, എനിക്കിപ്പോൾ എന്താ തോന്നിയത്, ആ തോന്നിയത് ഇനിയിപ്പോൾ അയാൾക്ക് അതിൽ വല്ല പ്രത്യേകതയുണ്ടോ, അതായത് അയാൾ അതിന് വല്ല കാരണക്കാരനാണോ, അല്ല, പിന്നെ ഞാൻ എന്തുകൊണ്ട് അയാളോട് ആ രൂപത്തിൽ സംസാരിക്കണം, വേണ്ടല്ലോ എന്ന് സെൽഫ് റെഗുലേഷൻ നടത്താൻ പറ്റും. പിന്നെ എമ്പതി, ഞാൻ നേരത്തെ പറഞ്ഞത്, അയാൾക്ക് ഇങ്ങനെ സംഭവിച്ചിരുന്നില്ല എന്തായിരിക്കും എന്നുള്ളൊരു തോന്നൽ. പിന്നെ മോട്ടിവേഷൻ, അതായത് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള, അതൊന്നല്ല, എനിക്ക് പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് ശ്രദ്ധിക്കും. അപ്പോൾ നമുക്ക് ഇനി
നല്ല രീതിയിൽ അടുത്ത നല്ല കാര്യങ്ങളിലേക്ക് പോകാൻ എന്തൊക്കെയാണെന്നുള്ള മോട്ടിവേഷൻ, അങ്ങനെ നമുക്ക് ഈ ഇമോഷനെ മാനേജ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് തന്നെ ഇത് വേറെ ഏതെങ്കിലും ആൾക്കാർ കാരണമാണോ അതോ ഈ ഇപ്പൊ മുന്നിൽ നിൽക്കുന്ന ആള് കാരണമാണോ എന്നുള്ളതെന്ന് ചിന്തിക്കണം. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ശ്വാസം എടുത്തിട്ട് ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് ഒന്ന് എക്സേൽ ചെയ്യുക കണ്ണടച്ചിട്ട്. അതിനെ കുറച്ചതൊന്ന് വരും. ഞാനിപ്പോ ദേഷ്യം എനിക്കുണ്ട്, പക്ഷെ ഈ മുന്നിൽ നിൽക്കുന്ന ആളുമായിട്ട് അതിന് ബന്ധമല്ല. അപ്പോൾ ഇതൊക്കെ എന്താ അറിയോ, ഇതൊക്കെ ചിലപ്പോൾ അപ്പോൾ ഓർമ്മ ഉണ്ടായിക്കോണമെന്നില്ല. പക്ഷെ ഇങ്ങനെയുള്ള ക്ലാസ്സിലൊക്കെ വരുമ്പോൾ നമ്മൾ ഇതൊക്കെ എവിടെയെങ്കിലൊക്കെ കേട്ട് മനസ്സിലാക്കുമ്പോൾ പിന്നെ ദേഷ്യം വരുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് ഇതൊക്കെ ഓർമ്മ ആവും. അപ്പൊ നമ്മളതൊന്ന് കറക്റ്റ് ചെയ്യും. അതിനാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ശരിയാ എന്നുള്ളത്. ഓക്കെ, ഞാൻ അപ്സെറ്റ് ആണ്, പക്ഷെ ഇയാളോട് എന്തിനത് കാണിക്കണം? ഇയാൾ അതിന് കാരണമല്ലോ. എൻ്റെ ഓഫീസിലുള്ള ആരോ എന്തോ ചെയ്തു, അല്ലെങ്കിൽ റോട്ടിലുള്ള ആരോ എന്തോ പറഞ്ഞു, ഞാൻ ഇയാളോട് ഇപ്പം എന്തിനാ ദേഷ്യം കാണിക്കണം? അപ്പം അതിന് കറക്റ്റ് ചെയ്യാൻ പറ്റും. ദ കോൺവെർസേഷൻ ഡിസേർവ് എ ന്യൂട്രൽ മൈൻഡ് സെറ്റ്. കോൺവെർസേഷൻ എപ്പോഴും ന്യൂട്രൽ മൈൻഡ് സെറ്റ് ആണ് വേണ്ടത്. അതായത് ദേഷ്യവും ഇല്ല, സങ്കടവും ഇല്ല, ഓവർ ഫണ്ണും ഇല്ല, മീഡിയത്തിൽ നമ്മളിങ്ങനെ നിൽക്കുന്ന കോൺവെർസേഷനാണ് വേണ്ടത്. ഇപ്പൊ നമ്മളെ മൂഡ് ഭയങ്കര സ്ട്രോങ് ആണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റൂലെങ്കിൽ മിണ്ടാതിരിക്കുക, കുറേ നേരം മിണ്ടാതിരിക്കുക, പിന്നീട് ആക്കാം. ഡിലേ ദ കോൺവെർസേഷൻ ഡിലേ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ പൊതുവെ സംഭവിക്കുന്ന ഒരു സംഭവമാണ് ഡിഫൻസ് മെക്കാനിസം. സൈക്കോളജിയിൽ പറയുന്നതിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞൊരു മെക്കാനിസം അവിടെ സംഭവിക്കും. എന്താണ് ഡിസ്പ്ലേസ്മെന്റ്? അതായത് ഈ ചിത്രം തന്നെ നമുക്ക് മനസ്സിലാവും. Displacement is a defense mechanism in psychology where a person transfers their emotion from a real source to a safer or weaker target. അതായത് മുതലാളി നമ്മളെ ചീത്ത പറഞ്ഞിട്ടുണ്ടാവും, എന്തെങ്കിലും കാര്യം തെറ്റിച്ചതിന് ഭയങ്കര ദേഷ്യ മനസ്സിൽ. കാരണം ഒക്കെ പക്കയായിട്ടും ഒരു കാര്യം തെറ്റിച്ചതിന് അയാൾ ഇങ്ങനെ വന്ന് പറയേണ്ടത് എന്താ എന്നുള്ള മനസ്സിലാക്കി ഭയങ്കര ദേഷ്യം. അപ്പോൾ വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ, കയറി വരുമ്പോൾ തന്നെ എന്തെങ്കിലും കാര്യം വൈഫ് പറയുമ്പോൾ നമുക്ക് ദേഷ്യം. ആ ദേഷ്യം നേരെ ഈ വൈഫിന്റെ അടുത്തേക്കാണ് ഈ ചിത്രം. അതായത് കുറച്ചും കൂടി വീക്കറായ സേഫറായ ടാർഗറ്റാണ്, അങ്ങോട്ടേക്കാണ് നമ്മൾ വിടുന്നത്. അപ്പോൾ അവർക്കും ദേഷ്യം വരും. അവർക്ക് ദേഷ്യം വന്ന് അവർക്ക് പിന്നെ സേഫർ ടാർഗറ്റ് മുകളിലോട്ട് പറ്റില്ല, ഹസ്ബൻഡിനോട് പറ്റില്ല. പിന്നെ കുട്ടിയാണ്, കുട്ടീനോട് എന്തെങ്കിലും പറഞ്ഞിട്ട് അവർക്കും ദേഷ്യം. കുട്ടിക്ക് ദേഷ്യം വന്നു ഉമ്മാനോടോ ഉപ്പാനോട് കുട്ടിക്ക് പറ്റില്ല. കുട്ടി എന്ത് ചെയ്യും? ചില ഡോളോ അല്ലെങ്കിൽ പെറ്റോ അവിടെ പൂച്ചക്കുട്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെന്തെങ്കിലുമൊക്കെ ചെയ്യും. ആ ഒരു രീതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. നേരെ മറിച്ച് തുടക്കത്തിൽ തന്നെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ബാലൻസ് ചെയ്ത് ഇന്റലിജൻസ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് നേരെ മാറ്റാൻ പറ്റും. ചില ആൾക്കാർക്ക് അത് ഭയങ്കര ഉണ്ട് കേട്ടോ. നമ്മൾ ഈ രാഷ്ട്രീയ പൊളിറ്റീഷ്യൻസിനെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പുറത്ത് കുറേ കച്ചറൂട്ടി വന്നിട്ട് ഇവിടെ പത്രക്കാരെ ഭയങ്കര ശരി വർത്താനായിരിക്കും. ഒന്നും അവിടെ അല്ല, ഒന്നും അറിയില്ല. അതവരുടെ സ്കില്ലാണ്. അപ്പൊ ആ സ്കില്ല് നമ്മളെല്ലാവരും നേടിയെടുക്കണം എന്നാണ്. പലപ്പോഴും നിങ്ങളൊക്കെ ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. ഒന്നെങ്കിൽ സ്വന്തമായിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളിലും നിങ്ങളത് കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഇത്തരം സന്ദർഭങ്ങളിൽ സംസാരിക്കണം നിർബന്ധമാണെങ്കിൽ കുറച്ച് മാസ്കിങ് ടെക്നിക്ക് ഉണ്ട്. മാസ്കിങ് എന്ന് പറഞ്ഞാൽ മറക്കുക, കുറച്ച് മറക്കാനുള്ള ടെക്നിക്ക് ഉണ്ട്. എന്താണ് മറക്കാൻ? മറവിയല്ല, അതിനെ ഒന്ന് ഹൈഡ് ചെയ്യുക. അപ്പൊ നമുക്കൊരു ജെന്റിൽ ഫേസിൽ എക്സ്പ്രഷൻ നമുക്ക് ഇടാം. അപ്പൊ ദേഷ്യമാണെങ്കിലും ചിരി കുറച്ചും കൂടി എക്സ്ട്രാ അങ്ങോട്ട് ചിരിക്കുക. അപ്പൊ നമുക്ക് ആ ഒരു ഇത് നമുക്ക് ചെയ്യാം. അത് കുറച്ച് മറ്റേനെ മറക്കാൻ പറ്റും. വോയിസ് ഒന്ന് സോഫ്റ്റ് ചെയ്യാം, കുറേ അധികം ശ്രദ്ധിക്കുക അയാൾ പറയുന്നത്, സംസാരം കുറച്ച് കൊടുക്കുക. അപ്പൊ നമ്മൾ ഒരുപാട് എഫക്റ്റ് അങ്ങോട്ട് പോകില്ല. പിന്നെ ഇമോഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ. എമ്പതറ്റിക് ആവുക, സഹാനുഭൂതി. എമ്പതറ്റിക് തീരെ ഇല്ലാത്ത കുറെ സിറ്റുവേഷൻസ് ആണ് നമ്മൾ കുറെ കുട്ടികളിൽ കണ്ടത്. നമ്മളിപ്പോൾ ഈ റാഗിങ്ങിന്റെ കേസിലൊക്കെ നഴ്സിംഗ് വിദ്യാർത്ഥിന് നമ്മൾ വരച്ച് എന്തൊക്കെയോ ചെയ്തല്ലേ, കുട്ടി കരയുന്നുണ്ട്, അതിന്റെ വീഡിയോ മൊത്തം സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു. എമ്പതി ചെറുപ്പത്തിലേ പഠിച്ചില്ലാത്ത കുട്ടികളാണ്. അതായത് ഞാൻ ഇങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും എന്ന് ചിന്തിക്കാൻ പോലും അറിയില്ല. അവരൊരു ഗെയിം കഴിക്കുന്ന ഒരു ടോയ് മാത്രമായിട്ടാണ് ആ കുട്ടീനെ കണ്ടിട്ടുള്ളത്. അപ്പൊ ആ ഒരു എമ്പതി നമ്മൾ ചെറുപ്പത്തിലെ കുട്ടികൾക്ക് ഉണ്ടാക്കണം എന്നുള്ളത്. അതായത് എങ്ങനെയായിരിക്കൂലേ എന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെ ചിന്തിപ്പിക്കാൻ നമുക്ക് തയ്യാറാണ്. എന്തുണ്ടെങ്കിലും എങ്ങനെയായിരിക്കും എന്നുള്ള രൂപത്തിൽ ആ എമ്പതറ്റിക് ആയിട്ടുള്ള സംസാരങ്ങളിലൂടെയും മറ്റും നമുക്ക് അത് പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നു. ഇനി പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ വേറെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ന്യൂറോ സയൻസ് ടെക്നിക്ക് ഒക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷെ കുറേയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ബ്രെയിനിൽ കുറേ കെമിക്കൽ റിയാക്ഷൻസും കാര്യങ്ങളും കുറേ ദേഷ്യത്തിന്റെ ഹോർമോണുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവും ഒരു 90 സെക്കൻഡ്.
അതുകൊണ്ട് ദേഷ്യം സംഭവിച്ച ഉടനെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യുക, ഒന്നും ചെയ്യാതിരിക്കുക. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്താലും അതിൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ടാവും. അപ്പം മിണ്ടാതിരിക്കുക, നോ റിയാക്ടിങ്, ജസ്റ്റ് മെല്ലെ ശ്വാസം എടുക്കുക. കുറച്ച് കഴിയുമ്പോൾ ദേഷ്യം കുറയും. ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 1.5 മിനിറ്റ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ഇത് സ്റ്റോപ്പ് ടെക്നിക്ക് എന്ന് പറഞ്ഞ ടെക്നിക്ക് ഉണ്ട്. അതും ഇങ്ങനെ തന്നെയാണ്. ഡോണ്ട് സ്പീക്ക് ഓർ റിയാക്ട്. സംസാരിക്കാനും പാടില്ല, റിയാക്ട് ചെയ്യാൻ പാടില്ല. ഒരു ചെറിയ ബ്രീത്ത് എടുക്കുക, അതുപോലെ പുറത്തേക്ക് വിടുക. എന്താണ് ശരിക്കും ഉണ്ടായതെന്ന് ആലോചിക്കുക. എന്തിനാണ് ദേഷ്യം വന്നത്, മെല്ലെ റെസ്പോണ്ട് ചെയ്യുക. കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക, ദെൻ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം. പലപ്പോഴും എനിക്കത് സംബന്ധിച്ചിട്ടുള്ള ഏതോ ചില കാര്യത്തിലൊക്കെ ദേഷ്യം പിടിച്ചപ്പോൾ അതുപോലെ മെയിൽ കൊണ്ടുപോയി അയച്ചിട്ട് അത് കുറേ പ്രശ്നങ്ങളും എസ്കലേഷൻസ് ഒക്കെ ആയിട്ടുണ്ട്. ഇമെയിൽ അയച്ചിട്ട് പിന്നെ ആലോചിച്ചിട്ടുണ്ട്, അയ്യോ ഞാൻ അയക്കണ്ടില്ല, അത് വേറെ രീതിയിൽ അയക്കായിരുന്നു, മാച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമല്ലോ, അയക്ക് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചേരം വെയിറ്റ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ നമുക്കത് ന്യൂട്രലൈസ് ചെയ്തിട്ട് ഇതേ കാര്യം തന്നെ പറയാൻ പറ്റും. പിന്നെ കുറേ നമുക്ക് റിലാക്സേഷൻ ടെക്നിക്കൊക്കെ ഉണ്ട്, മനസ്സിലെ ടെൻഷൻ ഇതൊക്കെ മാറ്റാൻ വേണ്ടി. യൂട്യൂബിൽ പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ അടിച്ച് കഴിഞ്ഞാൽ കിട്ടും. അതൊക്കെ നമുക്ക് ആങ്സൈറ്റി, പെയിൻ, സ്ട്രെസ് കുറക്കാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് പറയാനുള്ളത് 3 ടൈപ്പ് പേഴ്സണാലിറ്റികളാണ് മെയിനായിട്ട് ഉണ്ടാവുക. അതിൽ സബ്മിസീവ്, അഗ്രസീവ് ആൻഡ് അസർട്ടീവ് ആണ്. ഒരു ഉദാഹരണം പറയാമെന്ന് വെച്ചാൽ, ഈ എപ്പോഴും അസർട്ടീവായിട്ടാണ് നമ്മൾ വേണ്ടത്. സബ്മിസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഇങ്ങനെ വേറെ ആൾ പറയുന്നത് കേട്ടിട്ട് അയാൾക്ക് ഇഷ്ടമല്ലെങ്കിലും അതൊക്കെ ഇങ്ങനെ സമ്മതിച്ച് അങ്ങനെ പോകുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പം എപ്പോഴും ഒരു അഗ്രസീവ് ആളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ക്യൂ നിൽക്കുകയാണെങ്കിൽ ആ മുമ്പിലേക്ക് വന്നിട്ട് ഒരൊറ്റ ഇടിച്ച് കയറിയിട്ട് പെട്ടെന്ന് ടിക്കറ്റ് എടുത്തിട്ട് പോകും. അയാളുടെ റൈറ്റ്സ് മാത്രമല്ല, മറ്റുള്ള റൈറ്റ്സിനെ റെസ്പെക്ട് ചെയ്യാത്ത ഒരു അഗ്രസീവായ ക്യാരക്ടർ. അത്തരം ആളുകൾക്ക് എപ്പോഴും പ്രശ്നങ്ങളായിരിക്കും. അത് സോഷ്യലി നല്ല ക്യാരക്ടറില്ല. പിന്നെ സബ്മിസീവ് എന്ന് പറഞ്ഞാൽ ഈ അഗ്രസീവായ ആൾ ഇടിച്ച് കയറുമ്പോൾ കുഴപ്പമില്ല, അയാൾ കയറി അവിടെ ടിക്കറ്റൊക്കെ എടുത്തോട്ടെ, ഇപ്പം എന്ത് ചെയ്യാനാ എന്നുള്ള രൂപത്തിൽ അയാൾ പറഞ്ഞു തന്നെ. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടും നമ്മളിപ്പോൾ സുഹൃത്തുക്കൾ പറഞ്ഞതിൻ്റെ രീതിയിൽ നമുക്ക് താല്പര്യമില്ലാഞ്ഞിട്ടും നമ്മൾ വെറുതെ പോവുക, വെറുതെ നിർബന്ധപൂർവ്വം ആഗ്രഹമില്ലാതെ അയാൾ എന്ത് വിചാരിക്കും, എന്ത് വിചാരിക്കും വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ നിന്ന് കൊടുക്കുന്ന സബ്മിസീവ് ആയിട്ടുള്ള ക്യാരക്ടർ. എന്നാൽ അസർട്ടീവ് ആയിട്ടുള്ള ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഈ ക്യൂ ആണ്. അപ്പോൾ അയാൾക്ക് ട്രെയിൻ ഉടനെ പോകുന്നുണ്ടെങ്കിൽ അയാൾ എന്താ ചെയ്യുന്നത്, മുന്നിൽ പോയിട്ട് ചോദിക്കും, ഒരു ടിക്കറ്റ് എടുത്ത് തരുമോ, ഞാൻ എൻ്റെ ട്രെയിൻ ഇപ്പോൾ പോകും. അപ്പോൾ അയാൾ എന്ത് ചെയ്യും, ടിക്കറ്റ് എടുത്ത് നേരെ പോകും. അതാണ് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇതേപോലെ ഏത് കാര്യത്തിലും സബ്മിസീവ്, അഗ്രസീവ്, അസർട്ടീവ് ഉണ്ട്. അപ്പം നമ്മളെ കാര്യങ്ങൾ നമുക്ക് താല്പര്യമില്ലെങ്കിൽ നോ എന്ന് കൃത്യമായിട്ട് പറയാൻ സാധിക്കണം. നോക്ക് പകരം നമ്മൾ എന്തൊക്കെ ഉപയോഗിച്ചാലും അയാൾ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മളെ കീഴ്പ്പെടുത്തും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നോ ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും പ്രശ്നമുണ്ടാവില്ല. ഒരു ഉദാഹരണം, എന്തെങ്കിലും കാര്യത്തിൽ നിർബന്ധിക്കുമ്പോൾ ഞാൻ പറയാൻ സമയമില്ല, അതിന് 5 മിനിറ്റ് വരെ, അല്ല അതല്ല എനിക്ക് വീട്ടിലേക്ക് എത്താൻ ഇനിയിപ്പോൾ ഓട്ടോറിക്ഷയൊക്കെ കിട്ടും, അല്ല ഞാൻ കൊണ്ടേ വിടാം, എന്ത് പറഞ്ഞാലും ഞാൻ ഉണ്ടാകും, പക്ഷെ എനിക്ക് താല്പര്യമില്ല കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അത് സ്റ്റോപ്പ്. അപ്പം അങ്ങനെ അസർട്ടീവ് ആക്കാൻ നമുക്ക് കഴിയണം. നമുക്ക് പലപ്പോഴും കഴിയാറില്ല. ഇപ്പം മാർക്കറ്റിങ്ങിൻ്റെ ആൾക്കാർ വന്നിട്ട് അത്ര നമ്മൾ എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും വരുന്നത്. പക്ഷെ അവരോട് വേണ്ടട്ടോ എന്ന് പറയാൻ ചിലപ്പോൾ നമുക്ക് പറ്റുന്നുണ്ടാവില്ല. അതെ, അങ്ങനത്തെ സാധനം കുറേ എൻ്റെ ഉണ്ട്, അതായിക്കോട്ടെ, ഇപ്പം ഇപ്പോഴും വേറെ ആവശ്യം വരുമല്ലോ, എത്രങ്ങാനും ആൾക്കാർ ഗസ്റ്റൊക്കെ വരില്ലേ, അല്ല അതിപ്പോൾ അത്ര വിലൻ്റെ സാധനം, അത് അത്ര വലിയ സാധനം വേണ്ട, നിൻ്റെ അടുത്ത് വേറെ ഉണ്ട്. ആക്ച്വലി അയാൾ വിൽക്കാൻ വന്നത് ചെറിയ സാധനമായിരിക്കും. അപ്പോൾ അയാൾ എന്ത് ചെയ്യും, വലുതുമെന്നാണ് തുടങ്ങുന്നത്. 1000, 500, 2000, 200, 150, 250 സാധനം വിൽക്കാനായിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇതൊക്കെ പഠിച്ചു വരുന്നത്. കാരണം അസർട്ടീവ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഫെയിൽ ആയിപ്പോകും. അപ്പോൾ അതാണ്. അപ്പോൾ പെർഫെക്റ്റ്ലി സേയിങ് നോ, ആ ഒരു സ്കില്ല് നമ്മൾ കണ്ടെടുക്കണം. ടീം വർക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്യുക, ഹെൽപ്പ് ഈച്ച് അതർ, കമ്പൈൻ സ്ട്രെങ്ത്, റിലേ ഓൺ അതേഴ്സ്, ടച്ച് ദ ലൂപ്പ്. എനിക്ക് അർത്ഥം വെച്ചാൽ പല ആൾക്കാർക്കും ഓരോരോ ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുക, പരസ്പരം സഹായിക്കുക. കുറേ ആൾക്കാർ ഇങ്ങനെ കുറേ ചെറിയ കാര്യം ചെയ്യുമ്പോൾ വലിയ സ്ട്രെങ്തായി മാറും അല്ലേ. ഓരോരോ കാര്യം, ഒരാൾ ഒരു വീട്ടിൽ, ഒരു കല്യാണ വീട്ടിൽ ഇപ്പോൾ 100 ചെയർ വെക്കണം, അങ്ങനെ 10 ചെയർ വെച്ചിട്ട് ഓരോരുത്തർ വെക്കുമ്പോൾ ഒരാൾക്ക് 10 ചെയർ കൊണ്ടേക്കാൻ വലിയ അധ്വാനം. അങ്ങനെ ഒരു 10 ആൾ വെക്കുമ്പോൾ 100 ചെയർ വെച്ചു, അതുപോലെ സ്ട്രെങ്ത് ആണ്.
റിലേ ഓണർ ചില കാര്യത്തിന് വേണമെങ്കിൽ റിലേ ചെയ്യാം. അയാൾക്ക് വേറെ ആളോട് വിറ്റിയാടാതെ അതും ചെയ്യും. ഞാൻ ചെയ്യുന്നേക്കാളും കുറച്ച് പെർഫെക്റ്റ് ആവും, നീ ചെയ്യും. അങ്ങനെ ട്രസ്റ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് ടീം വർക്ക് ചെയ്യാം. അങ്ങനെ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞാണ്. നമുക്ക് ഈ കാര്യങ്ങളിലൂടെ നമ്മൾ എന്താണ് അവിടെ നടന്നത് എന്നുള്ളതിലുപരി അത് നടക്കാൻ എന്താണ് കാരണം. ഒരു ഗ്ലാസ് ഒരാൾ വിട്ടിട്ട് പൊട്ടിച്ചു, ഗ്ലാസ് പൊട്ടിനെ കുറിച്ച് ഗ്ലാസിന്റെ വേലിനെ കുറിച്ചൊന്നും സംസാരിച്ചിട്ടല്ല കാര്യം. എന്തുകൊണ്ട് അത് പൊട്ടിച്ചു, അതിന് ദേഷ്യം വരാനുള്ള കാരണം എന്താണ്, ബേസ് എന്താണെന്ന് കണ്ടെത്തിയിട്ട് നമുക്ക് ഒരുമിച്ച് ചെയ്ത് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും. നമ്മൾ ചെയ്തത് തെറ്റാണെങ്കിൽ സോറി, അറിയാതെ പറ്റിയിട്ടുണ്ടാവില്ല എന്നുള്ളത് പറയാൻ തയ്യാറാകും. 10 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. അഗ്രി ടു ഡിസഗ്രി വെൻ നീഡഡ്. വേണമെങ്കിൽ ഓക്കെ ശരിയാ സമ്മതിച്ചു എന്നുള്ള രൂപത്തിൽ നമുക്ക് പറയാൻ. പിന്നെ എല്ലാ കോൺഫ്ലിക്റ്റുകൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കും പെർഫെക്റ്റ് പരിഹാരങ്ങൾ ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മറ്റൊരാളുടെ വ്യൂ പോയിന്റ്, മറ്റൊരാളുടെ അഭിപ്രായത്തിൽ ചിലപ്പോൾ നമ്മൾ യോജിക്കേണ്ടി വരും. അത് ചിലപ്പോൾ അയാളുടെ അഭിപ്രായം ശരിയായിരിക്കണം എന്നൊന്നുമില്ല നമ്മളെ വ്യൂ പോയിന്റ്. ചിലപ്പോൾ അത് പ്രശ്നം മാറണമെങ്കിൽ ശരിയാട്ടോ എന്നുള്ള രൂപത്തിൽ അത് കവറപ്പ് ചെയ്യേണ്ടി വരും. ഈ ചിത്രത്തിൽ കണ്ട പോലെ ഇതിൽ ആദ്യത്തെ ചിത്രം എന്ന് പറയുന്നത് ഒരു ഷെയറിംഗ് ആണ് അല്ലെ. കുട്ടികൾക്ക് ഇത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം, ഈ ഷെയറിംഗ് മെന്റാലിറ്റി. ഹെൽപ്പിംഗ് ആണ് രണ്ടാമത്തെ. മൂന്നാമത്തെ എംപതിയാണ്. അവന് സങ്കടം വന്നു എന്ന് പറഞ്ഞപ്പോൾ ഇവനും സങ്കടം വന്നു, എന്താണ് സങ്കടം വന്നെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ള ക്യൂരിയോസിറ്റിയാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് നല്ല ഒരു സോഷ്യലി നല്ലൊരാളായി തീരാനും അതുപോലെ ആളുകൾക്ക് ഇങ്ങോട്ട് സ്നേഹം അല്ലെ, ദ വേ യു ട്രീറ്റ് ദ പീപ്പിൾ ഡിസൈഡ് ഹൗ ദേ വിൽ റിമെമ്പർ യു. നമ്മൾ ആൾക്കാരോട് എങ്ങനെയാണ് പെരുമാറുന്നത്. വെറുതെ ആൾക്കാരെ നല്ല കാര്യങ്ങൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. നല്ല രീതിയിൽ പെരുമാറിയാൽ ഇങ്ങോട്ട് നല്ല കാര്യങ്ങൾ കിട്ടും. അത് നമ്മൾ അറിയാതെ തന്നെ വന്നു, അവൻ അങ്ങനെ ചെയ്തില്ല, ഇവൻ ഇങ്ങനെ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളൊന്നും ചെയ്യാതിരിക്കും. അപ്പൊ അതിലൂടെ എന്ത് സംഭവിക്കും, ആൾക്കാർക്ക് അത് ചെയ്യാൻ ഒട്ടും തോന്നില്ല. അപ്പൊ നമ്മൾ എങ്ങനെയാണോ ആളുകളെ ട്രീറ്റ് ചെയ്യുന്നത് അതുപോലെ ആയിരിക്കും ഇങ്ങോട്ട് കിട്ടുക. അപ്പൊ എല്ലാവരും ഇങ്ങനെ നല്ല ഒരു നല്ലൊരു സൊസൈറ്റി ആവാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ദൈവം അല്ലെങ്കിൽ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുകയാണ്. അതോടുകൂടി ഈ സെഷൻ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. താങ്ക് യു.